ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ സന്ദീപിനെ രക്ഷിച്ച അർച്ചന സന്ദീപുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. വേണ്ട ട്രീറ്റ്മെന്റുകളെല്ലാം സന്ദീപിന് നൽകിയതിനു ശേഷം സന്ദീപിനെ വിവരം സന്ധ്യ ഡോക്ടറെ അറിയിച്ച് സന്ധ്യയെ ഏൽപ്പിച്ച് അർച്ചന വേഗം വൃന്ദാവനത്തിലേക്ക് എത്തുന്നു. ഇത്രയും നേരമായിട്ടും അവിടെ വിവാഹ നിശ്ചയത്തിന് പയ്യൻ എത്തിച്ചേരാത്തതിന്റെ നിരാശയിലാകുന്നു അജയന്റെ കുടുംബാംഗങ്ങൾ. ആ സമയത്ത് സച്ചിക്കരികിലേക്ക് എത്തി അർച്ചന വിവരങ്ങൾ വിശദമായി സച്ചിയെ അറിയിക്കണം. അജയനാണ് സന്ദീപിനെ ഇത്രയും ദിവസം തടങ്കലിലാക്കിയിരുന്നത് എന്നും അതിന് പിന്നിൽ അവന്തികേടത്തി ആയിരുന്നുവെന്നുള്ള സത്യവും സച്ചിയെ അർച്ചന ബോധ്യപ്പെടുത്തുന്നു. എല്ലാം കേട്ടതിനു ശേഷം വൃന്ദാവനത്തിൽ വെച്ച് തന്നെ അജയന്റെ കുടുംബാംഗങ്ങളോട് തന്നെ അതിനുള്ള മറുപടി പറയണമെന്നുള്ള ആഗ്രഹത്തോടെ സച്ചി എടുത്തുചാടി പുറപ്പെടാനൊരുങ്ങുമ്പോൾ അർച്ചന സച്ചിയെ പിടിച്ചു നിർത്തുന്നു. തൽക്കാലം സച്ചിയുടെ പ്രശ്നമൊന്നും ഇവിടെ വെച്ച് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ സച്ചി അർച്ചനയുടെ വാക്കുകൾ കേട്ട് അത് അനുസരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അവന്തിക ഇത്രയും നേരമായിട്ടും സന്ദീപ് തന്റെ അരികിലേക്ക് എത്താത്തതിന്റെ ആശങ്കയിൽ നിൽക്കുന്നു. എന്തായിരിക്കും കാരണമെന്നറിയാതെ അവന്തിക ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അജയനെ കൃത്യമായി തല്ലിച്ചതച്ച് അവശനാക്കി അജയനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിച്ചുകൊണ്ട് അബ്ദുൽ ഖാദർ എത്തിച്ചേരുന്നു. സച്ചിക്ക് മുന്നിൽ അജയനെ നിർത്തിക്കൊണ്ട് അബ്ദുൽ ഖാദർ വിവരങ്ങളെല്ലാം സച്ചിയെ അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളും അറിഞ്ഞതോടെ ഇത്രയും നാൾ നെല്ലിശ്ശേരിയിൽ നിന്ന് താൻ പ്രിയപ്പെട്ടവളെന്ന് കരുതി തന്റെ കുടുംബത്തിന് നന്മ ചെയ്യുന്നുവെന്നും തന്റെ കുടുംബത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഏട്ടത്തിയെന്ന്, സ്നേഹമയിയായ ഏട്ടത്തിയെന്ന്, സ്നേഹനിധിയായ ഏട്ടത്തിയെന്ന്, തന്റെ അമ്മയ്ക്ക് പകരമായി തന്റെ വളർത്തമ്മയായി കരുതിയ ഏട്ടത്തിയെ അത്രയും ദുഷ്ടയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയുന്ന സച്ചി തൽക്കാലം ഏട്ടത്തിയോടുള്ള വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കണമെന്ന് അർച്ചന പറയുന്നു. ഉടനെ തന്നെ ഏട്ടത്തിയോട് എല്ലാം ചോദിച്ചറിയണമെന്നുള്ള സച്ചിയുടെ ആഗ്രഹത്തെ തൽക്കാലം അർച്ചന സമീപിക്കുന്നു. അങ്ങനെ അർച്ചന സച്ചിയുമായി നേരെ നെല്ലിശ്ശേരിയിലേക്ക് പുറപ്പെടുന്നു. ഈ സമയത്ത് സന്ദീപുമായി നെല്ലിശ്ശേരിയിലേക്ക് അർച്ചന എത്തുകയും അതോടൊപ്പം സന്ദീപിനെ രക്ഷിച്ചുകൊണ്ട് സച്ചിയും അർച്ചനയും വീട്ടിലേക്ക് എത്തിയതോടൊപ്പം സന്ദീപ് സത്യങ്ങളൊക്കെ അച്ഛന് മുന്നിൽ വെളിപ്പെടുത്തുന്നു. സേതുമാധവനോട് സത്യങ്ങൾ പറയുകയും യഥാർത്ഥത്തിൽ അവന്തികേട്ടത്തിയുടെ നീക്കങ്ങളായിരുന്നു ഇതിന് പിന്നിലെന്നും അവന്തികേട്ടത്തി അനഘയെ മാറ്റി നിർത്തി താനും അനഘയും ഒളിച്ചോടി പോയതാണെന്ന തെറ്റിദ്ധാരണ എല്ലാവരിലും പരത്തുകയായിരുന്നു എന്നുള്ള സത്യം സന്ദീപ് സേതുമാധവന് മുന്നിൽ വെളിപ്പെടുത്തുന്നു. എല്ലാം കേട്ട് കഴിയുമ്പോൾ സേതുമാധവൻ ഇത്രയും നാളും താൻ പാലൂട്ടിക്കൊണ്ടിരുന്നത് ശരിക്കും ഒരു സർപ്പത്തെയായിരുന്നു എന്ന്, ഒരു പാമ്പിനാണ് പാല് കൊടുത്തിരുന്നത് എന്നുള്ള സത്യം അറിഞ്ഞ് സേതുമാധവൻ ആകെ നിരാശയിലാകുന്നു. ഇത്രത്തോളം ഒരു ചതി തന്റെ കുടുംബത്തോട് അവന്തിക ചെയ്യുമെന്നും അതിന് പിന്നിലുള്ള കാരണം എന്താണെന്നും അന്വേഷിക്കാനായി സേതുമാധവൻ തയ്യാറാകുന്നു. ഈ സമയത്ത് അവന്തിക ഇതൊന്നും അറിയാതെ എന്താ സംഭവിച്ചത് എന്നറിയാതെ നെല്ലിശ്ശേരിയിലേക്ക് എത്തിച്ചേരുന്നു. അനഘയുമായി അവന്തിക നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്ന ആ നിമിഷം സേതുമാധവൻ അവന്തികയുടെ ഭാഗത്തെ ന്യായം എന്തെന്ന് കേൾക്കാൻ തയ്യാറാകുന്നു. അവന്തിക ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തന്റെ അനുജത്തി ഇത്രയും ദിവസം സന്ദീപിനോടൊപ്പം പോയിരിക്കുകയായിരുന്നുവെന്നും സന്ദീപ് മനഃപൂർവ്വം ഇപ്പോ അവന്തിക അനഘയെ താൻ കൈയേക്കുകയില്ല എന്നും അനഘയുമായിട്ടുള്ള വിവാഹത്തിന് തനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്ദീപിനെ കുറ്റവാളിയാക്കുന്ന രീതിയിൽ കുറ്റാരോപിതനാക്കിക്കൊണ്ട് നെല്ലിശ്ശേരിയിൽ സേതുമാധവന്റെ മുന്നിലേക്ക് അവന്തിക വന്നെത്തുന്നു. എല്ലാം കേട്ട് കഴിയുമ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കിയ സേതുമാധവൻ അവന്തികയുടെ നേരെ പാഞ്ഞെടുക്കുന്നു. തന്റെ കുടുംബത്തെ ഇത്രയും ദിവസം വേദനിപ്പിച്ചതിനും കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ച് സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം നടത്താനായി ആഗ്രഹിച്ചതിനും അതോടൊപ്പം തന്നെ സന്ദീപിന് ആതിരയോടുള്ള ഇഷ്ടം മറച്ചു വെച്ചുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടും ആ വിവാഹത്തിന് വേണ്ട പിന്തുണ നൽകാതെ തന്റെ അനുജത്തിയെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതിനുമൊക്കെ അവന്തികയോട് സേതുമാധവൻ അതിനെല്ലാത്തിനും കാരണങ്ങൾ ചോദിക്കുന്നു. സേതുമാധവനോടുള്ള പക അവന്തിക ആ നിമിഷം പുറത്തെടുത്തു. ഇതെല്ലാം ഇവരെല്ലാവരും കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളാണെന്നും ഇതിനൊക്കെ പിന്നിൽ അർച്ചനയുടെ കുബുദ്ധിയാണ് എന്ന് പറഞ്ഞ് അവന്തിക രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. ഇനി മേലാൽ തന്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്നും രണ്ടുപേരും ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനഘയോടും അവന്തികയോടും നെല്ലിശ്ശേരി വിട്ടു പോകാനായി സേതുമാധവൻ അറിയിക്കുന്നു. ആ നിമിഷം അർച്ചനയും സച്ചിയും ചേർന്ന് അവന്തികയുടെയും അനഘയുടെയും ബാഗ് പാക്ക് ചെയ്ത് നേരെ അവരുടെ മുന്നിലേക്ക് എത്തുന്നു. അങ്ങനെ അവരോട് ആ നെല്ലിശ്ശേരി വീടിന്റെ പടി ഇറങ്ങാനായി അറിയിച്ചു. നെല്ലിശ്ശേരിയിൽ നിന്ന് പോകാനായി വിഷമത്തോടെ അവന്തിക ഇറങ്ങുമ്പോൾ അവന്തികയും അനഘയും അവിടെ നിന്ന് പോയി നേരെ എത്തിച്ചേർന്നത് സന്ധ്യ ഡോക്ടറുടെയും അബ്ദുൽ ഖാദറിന്റെയും മുന്നിലേക്ക്. അബ്ദുൽ ഖാദർ ഇത്രയും നാളും ആ കുടുംബത്തോട് ചെയ്തു കൂട്ടിയ അനീതികൾക്ക് അവന്തികയോട് ചോദ്യം ചെയ്യാനായി തയ്യാറാകുന്നു. പലതവണ തന്റെ ഭാര്യയായ സന്ധ്യയെ കൊലപ്പെടുത്താനായി ശ്രമിച്ചു. അതിനേക്കാൾ ഉപരി അർച്ചനയെ അപായപ്പെടുത്താനും സന്ദീപിനെ വേദനിപ്പിക്കാനും ന്യായമല്ലാത്ത പല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതിനും പാവപ്പെട്ട ഒരു
മനുഷ്യനായിരുന്ന വിജയ് എന്ന ആ പാവ മനുഷ്യനെ കൊലപ്പെടുത്തിയതിനും ഓരോ കുടുംബങ്ങളെ നിരാലംബരാക്കിയതിനുമൊക്കെയുള്ള ശിക്ഷ നിനക്ക് ഞാൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഖാദർ അവന്തികയുടെ കർണത്തടിക്കുന്നു. അവന്തിക വീണ്ടും എല്ലാ രീതിയിലും താൻ തോൽവി സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നെന്നും എന്നാലും ആ നെല്ലിശ്ശേരി കുടുംബത്തോടുള്ള പക താൻ അവസാനിപ്പിക്കുകയില്ല എന്നും ഏതൊക്കെ രീതിയിൽ അവർ എന്നെ പ്രതിരോധിച്ചാലും എങ്ങനെയൊക്കെ എന്നെ അവിടുന്ന് പുറത്താക്കാൻ ശ്രമിച്ചാലും അവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്വത്ത് അവരുടെ ഏട്ടൻ സേതുമാധവന്റെ മൂത്ത മകൻ നന്ദൻ, അയാളുടെ ജീവൻ എന്റെ പക്കലാണെന്നുള്ള സത്യം അത് മനസ്സിൽ ഓർത്തുകൊണ്ട് അവന്തിക തൽക്കാലം മറ്റുള്ളവരുടെ വിമർശനങ്ങളെയും പരാതികളെയും കുറ്റപ്പെടുത്തലുകളെയും എല്ലാം സ്വയം മറക്കുന്നു. ഇതിനെല്ലാത്തിനും ശരിക്കും ഇതിന്റെ എല്ലാത്തിനെയും പകരം ഞാൻ വീട്ടുന്നത് ആ നന്ദന്റെ ശരീരത്തേക്കായിരിക്കും എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അബ്ദുൽ ഖാദറും അർച്ചനയും സച്ചിയും ഒക്കെ തന്നോട് പറഞ്ഞതിനും ദേഷ്യപ്പെട്ടതിനും അതിനേക്കാൾ സേതുമാധവൻ തന്നെ ആ വീട്ടിന്റെ പടിയിറക്കി വിട്ടതിനുമൊക്കെയുള്ള പക അവസാനം നന്ദന്റെ അരികിലേക്ക് പോകാനായി അവന്തികയെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അവന്തിക കാറുമെടുത്ത് നേരെ നന്ദനെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. ഈ സമയത്ത് അർച്ചനയുടെ മനസ്സിൽ ചില സംശയങ്ങൾ മുളപൊട്ടിക്കഴിഞ്ഞു. അവന്തികേട്ടത്തി യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്തു കൂട്ടുമ്പോഴും അവന്തികേട്ടത്തി പലപ്പോഴുമായി പോകാറുള്ള ആ ഗോഡൌണിൽ അവന്തികേട്ടത്തിയെ പിന്തുടരുകയാണെങ്കിൽ ചിലപ്പോൾ നന്ദേട്ടനെ കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞേക്കുമെന്നും നന്ദേട്ടൻ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അന്ന് അവന്തികേട്ടത്തിയുടെ ഫോൺ സംഭാഷണത്തിൽ നിന്ന് താൻ തിരിച്ചറിഞ്ഞ വിവരം സച്ചിയെ അർച്ചന അറിയിക്കണം. സച്ചി അർച്ചന പറഞ്ഞതനുസരിച്ച് അവന്തികേട്ടത്തിയുടെ തടങ്കലിൽ എവിടെയെങ്കിലും തന്റെ ഏട്ടൻ ഉണ്ടാകുമോ എന്നുള്ള വിശ്വാസത്തിൽ സച്ചി നിൽക്കുന്നു. ഉടനെ തന്നെ അവന്തിക എവിടേക്ക് പോയാലും അവന്തികയെ പിന്തുടരാനായി അർച്ചനയും സച്ചിയും തീരുമാനിക്കുന്നു. അങ്ങനെ അവന്തിക നെല്ലിശ്ശേരിയുടെ പടിയിറങ്ങി അബ്ദുൽ ഖാദറിന്റെ കയ്യിൽ നിന്ന് സമ്മാനങ്ങളും വാരിക്കുട്ടി നേരെ പകയോടെ നന്ദനെ പാർപ്പിച്ച ആ ദൂരെ മുമ്പത്തേക്കാളും ദൂരെയുള്ള ആ ഗോഡൌണിലേക്ക് പുറപ്പെടുന്നു. അവിടെയുള്ള തന്റെ കൂട്ടാളികളെയെല്ലാം വിളിച്ച് അവന്തിക പറഞ്ഞു, ഇന്നത്തെ ദിവസം അവന്റെ കഥ ഞാൻ കഴിപ്പിക്കും, അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായി നിന്നോണം എന്ന് അറിയിച്ചുകൊണ്ട് അവന്തിക പുറപ്പെടുന്നു. അവന്തിക അറിയാതെ അവന്തികയെ പിന്തുടർന്ന് അർച്ചനയും സച്ചിയും പിന്നാലെ എത്തുന്നു. ഈ സമയത്ത് ഗോഡൌണിലേക്ക് എത്തിയ അവന്തിക തനിക്ക് ഇത്രയും ദിവസം സംഭവിച്ച താൻ വിജയിക്കുമെന്ന് കരുതിയ അനഘ ഇന്ന് സന്ദീപിന്റെ ഭാര്യയായി ജീവിക്കുമെന്ന് താൻ ആഗ്രഹിച്ച ആ പദ്ധതിയൊക്കെ പാളിപ്പോയതിന്റെ നിരാശയിൽ അവന്തിക നന്ദന്റെ അരികിലേക്ക് വന്ന് കയറുമ്പോൾ നന്ദൻ അവന്തികയുടെ നിരാശയും തോൽവി സമ്മതിച്ചു വന്ന് നിൽക്കുന്നവളുടെ ആ വേദനയും കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നന്ദൻ ചോദിച്ചു, നിനക്ക് വീണ്ടും തിരിച്ചടി കിട്ടിയല്ലേ? അർച്ചനയെ തോൽപ്പിക്കാൻ നിനക്കാവില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്റെ കുടുംബത്തിനെ രക്ഷിക്കാനായിട്ട് വന്ന മരുമകളാണ് അർച്ചന, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ രക്ഷകയാണ് അർച്ചന. അതുകൊണ്ട് തന്നെ നീ ഏതൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അർച്ചനയുടെ മുന്നിൽ നീ അടിയറവ് പറയേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് നന്ദൻ ചോദിച്ചു. അത് കേട്ടതോടെ കലിതുള്ളിക്കൊണ്ട് നന്ദന് നേരെ പാഞ്ഞെടുക്കുന്നു അവന്തിക. താൻ എന്താടോ പറഞ്ഞത് എന്ന് ചോദിച്ച് അവന്തിക ദേഷ്യത്തോടെ നന്ദനെ ഉപദ്രവിക്കാനായി എത്തിയതും നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, അങ്ങേയറ്റം നിനക്കെന്നെ കൊല്ലാനല്ലേ കഴിയൂ? അതിന് ഞാൻ എപ്പോഴേ തയ്യാറാണ്. പക്ഷേ നിനക്ക് സംഭവിച്ചിരിക്കുന്ന ഈ തോൽവി, അടിക്കടി നിനക്കുണ്ടാകുന്ന ഈ തോൽവി, നീ എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്റെ അനുജന്മാരെ നീ ഇനിയും വിഡ്ഢികളാക്കാമെന്നാണോ കരുതുന്നത്? ഇനി ഒരിക്കലും നെല്ലിശ്ശേരിയിലെ ഒരാളെയും നിനക്ക് വേദനിപ്പിക്കാനായില്ല. ഒരാളുടെ ദേഹത്ത് തൊടാൻ പോലും നിനക്ക് കഴിയില്ല. കാരണം അവിടെ അവരെ രക്ഷിക്കാനായിട്ട് ഈശ്വരൻ തന്നെ പറഞ്ഞയച്ചതാണ് അർച്ചന. അതുകൊണ്ട് തന്നെ അർച്ചന ആ കുടുംബത്തുള്ളിടത്തോളം കാലം എനിക്ക് എന്റെ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് യാതൊരു ഭയവുമില്ല എന്ന് നന്ദൻ അഹങ്കാരത്തോടു കൂടി പറയുമ്പോൾ അവന്തിക തന്റെ കൂടെയുള്ള കൂട്ടാളികളോട് തന്റെ കയ്യിലേക്ക് ആ പിസ്റ്റൾ തരാനായി ആവശ്യപ്പെടുന്നു.